ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ക്ലോസ് നെക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത് സാരിയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന ക്ലോത്തും അപ്പോൾ അതിന് നല്ല വിട്ടുള്ള ക്ലോത്താണ്. പിന്നെ നമ്മൾ 1 മീറ്റർ ലൈനിങ് ക്ലോത്തുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തുടക്കക്കാരാണെങ്കിൽ ഒരു 1.5 മീറ്റർ ലൈനിങ് ക്ലോത്തും 1.5 മീറ്റർ മെയിൻ ക്ലോത്തും എടുക്കുന്നതാണ്. അല്ലാത്തവർ ഒരു 1.25 എടുത്തോണേ. എങ്കിലേ നമുക്ക് നമ്മളുടെ സ്ലീവ് അനുസരിച്ചാണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത്. സ്ലീവിൻ്റെ ഇറക്കം കുറവാണെങ്കിൽ 1 മീറ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. സ്ലീവ് നമ്മുടെ എൽബോ വരെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 1.25 എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ 1 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സാരിയിൽ നിന്നുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് പീസിന് ഒരുവിധം വിഡ്ത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ 1 മീറ്റർ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ്. നമ്മളിത് പ്രിൻസസ് കട്ട് രീതിയിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് ദേഹത്തു നിന്ന് അളവെടുക്കുന്ന രീതിയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് സാരി ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആ കറക്റ്റ് അളവ് ഉള്ള സാരി ബ്ലൗസ് എടുക്കുക. എന്നിട്ട് നമ്മൾ സീം അലവൻസ് മാത്രം കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ബോഡിയിൽ നിന്ന് ഒരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്ന ബോഡിയിൽ നിന്ന് എടുക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പം ഈ അളവുകളെല്ലാം പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെയും പൊക്കം അനുസരിച്ചൊക്കെ ഒരല്പം വ്യത്യാസമൊക്കെ വരുവേ. നമ്മളിപ്പം ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഈ ലെവൽ ചെയ്തെടുത്തു നിന്ന് നമ്മളിതാ 1.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഈ വിഡ്ത്താണ് 1.5 ഇഞ്ച്. അത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലെങ്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്തിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിത് ക്ലോസ് നെക്കിലായതുകൊണ്ട് തന്നെ ഷോൾഡർ ഒട്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല. എത്രയാണ് നമുക്കിപ്പോൾ 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിനുശേഷം നമ്മളിതാ ഇവിടെ 1/2 ഇഞ്ച് ഡൗൺവേഡ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഒരു 7 ഇഞ്ച് തന്നെ മുകളിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ 7 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ക്ലോസ് നെക്ക് ആയതുകൊണ്ട് നമ്മുടെ ബാക്ക് പോർഷനിലൊന്നും ഒട്ടും വിരിവ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എത്രയാണോ നമ്മൾ ഷോൾഡറിന് കൊടുത്ത അത് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ ക്ലോസ് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് കൂടെ ലൂസ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും നെക്കിന് ഒട്ടും ഡെപ്ത് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിരിവ് വലിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നത്, ഒരു ലൂസ് കൊടുക്കുന്നത്. അപ്പം ഇത് കണ്ടോ, നമുക്ക് 9.5 ഇഞ്ചാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് ഇനിയാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത്. അതിപ്പോൾ 1.5 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 2 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവേ. അത് എന്നിട്ട് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പം നമ്മുടെ അളവിനെക്കാട്ടിൽ ഒരു 1/2 ഇഞ്ച് കൂടെ ലൂസ് ഇടയ്ക്ക് കൊടുത്തു എന്ന് മാത്രമേ. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളൊരു 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2.25 ആണെങ്കിലും മതി. നമ്മളിപ്പോൾ 3 ഇഞ്ച് കൊടുത്തു. ഇനി ഡെപ്ത്ത്, ഇത് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷനിൽ നെക്കിന് ഡെപ്ത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 3 ഇഞ്ച്. അത് മതിയേ. നല്ല ക്ലോസ് നെക്ക് കിട്ടണമെങ്കിൽ 3 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബോക്സ് പോലെ വരച്ചതിന് ശേഷം നമ്മൾ ഒട്ടും കുഴിച്ചൊന്നുമല്ല, ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ നമ്മളിവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്ക് ലഭിക്കുക. ഇനി ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ആ ഡൗൺവേഡ് കൊടുത്തിടത്തേക്ക് നമ്മളൊരു സ്ലാൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇനി അകത്തേക്കൊന്നുമില്ല, നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. അതായത് നമുക്ക് ഇത് ക്ലോസ് നെക്കായി വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതുപോലെയൊക്കെ ആം ഹോൾ എടുത്താൽ മതിയേ. ഒട്ടും അകത്തേക്ക് കുഴിക്കണ്ട. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണോ കൊടുക്കുക അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 2.25 ഇഞ്ച് കൂടുതൽ ഈസ് നമ്മൾ ലൂസ് ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് വിഡ്ത്ത് എവിടെയാണോ വരുന്നത്
അത് ദാ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. 4 ഇഞ്ച് 36 ഇഞ്ച് ചെസ്റ്റിന് ഒരു 4 ഇഞ്ച് 4.25 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളിപ്പോൾ 4 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഒരു 10.5 ഇഞ്ച് എവിടെയാണോ ഷോൾഡർ പോയിന്റിൽ നിന്ന് വരുന്നത് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ ഇവിടേക്ക് 1 ഇഞ്ച് നമ്മൾ ഇതാ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ നമ്മുടെ പൊക്കം അനുസരിച്ച് ഒരല്പമൊക്കെ വ്യത്യാസം വരും. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് ആ പോയിന്റാണ് അടയാളപ്പെടുത്തേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഈ പോയിന്റ് നമ്മളിങ്ങനെ താഴേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുകയാണ്. ഇതാ ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ ഒരു വളച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് അവിടെ ഒരു റൗണ്ട് വരുന്ന പോലെ ഓവൽ ഷേപ്പ് വരുന്ന പോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം ആദ്യമേ വരച്ച ആ വരയില്ലേ, ആ വരയിൽ നിന്ന് ദാ ഇങ്ങനെ നമ്മൾ ആ 2.25 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ വിഡ്ത്ത് 2.25 ആ സെയിം 2.25 നമുക്ക് ദാ ഇവിടെയോട്ട് മാറ്റി കൊടുക്കണം. ഇവിടെ നമുക്ക് ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ദാ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാ എന്നിട്ട് ദാ ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ വരച്ചു. ഇനി എന്താ ഇതുപോലെ നമുക്ക് ബാക്ക് ആം ഹോളിലൂടെ ഇതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അത് നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 1.5 ഇഞ്ച് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് ഇതാ കർവ് കൊടുത്താൽ മാത്രം മതി. ഈ കർവ് ഇങ്ങനെ ഇതാ ഇതുപോലെ കൊടുത്ത് ഇപ്പം ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നമ്മൾ ഒരുമിച്ച് ഇതാ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇതാ ഈ സൈഡിലേക്കും ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്തതിന് ശേഷം എങ്ങനെയാണോ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോൾ വഴിയാണ് കട്ട് ചെയ്യേണ്ടത്. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കിപ്പം ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ട് ഇതാ ഇതുപോലെ നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി ക്ലോത്തിനെ ഇതാ ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടതിന് ശേഷം ഇതാ കറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നമ്മളിതാ ഈ ലെവലുകൾ ഒരുപോലെ ഈ വരയുണ്ടല്ലോ ആ വര നമുക്കൊന്നുകൂടെ ഡാർക്ക് ചെയ്ത് കൊടുക്കാവേ. ഈ വര അതായത് ലെവലായിരിക്കണം, അതിനു വേണ്ടി ഇങ്ങനെ ഇട്ടേക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇതാ ഇങ്ങനെ കൊടുക്കുന്നുണ്ടേ. ഒരു 1/2 ഇഞ്ചേ നമ്മളിതാ വിട്ട് കൊടുത്തിട്ടുള്ളേ. ആ 1/2 ഇഞ്ച് നമ്മൾ അവിടെ വരച്ചു. എന്നിട്ട് ഇതാ ഈ പോയിന്റിലേക്ക് കറക്റ്റ് ഇതാ ഇവിടെ ഒരുപോലെ വരണം. ഈ 1/2 ഇഞ്ചിലേക്ക് വേണ്ട ആ നെക്ക് വരാണ്ട്, അതായത് ബാക്ക് ഭാഗത്ത് നമുക്ക് ഹുക്കും ഹോളും വെക്കുന്നതിൻ്റെ ആ വര പോകാൻ വേണ്ടി അല്ലെ ആ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയാണ് നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തത്. അതിനുശേഷം ഇതാ ഈ പോയിന്റുകൾ തമ്മിൽ ഇവിടെ ശ്രദ്ധിക്കണേ, ഈ പോയിന്റുകൾ തമ്മിൽ ഒരു വ്യത്യാസവും വരാൻ പാടില്ല. കറക്റ്റ് ആയിരിക്കണം. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ 1/2 ഇഞ്ച് നമ്മുടെ സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ക്ലോസ് ആയ ഭാഗത്ത്, അവിടവും ഇതാ കറക്റ്റായിട്ട് ആ 1/2 ഇഞ്ചിലേക്ക് വെച്ച് ഈ ഭാഗം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം ഇതാ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതാ ഇതുപോലെ നെക്കിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ആദ്യമേ വരച്ച ആ വരയില്ലേ, അത് ഇതാ ഇങ്ങനെ കറക്റ്റ് പോയിന്റ് എവിടെയാണോ അത് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മളിതാ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ദാ ഇതുപോലെ നമ്മൾ ക്ലിയർ ആയിട്ട് ഇതാ ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ നെക്കിൻ്റെ ഭാഗം നമ്മളിങ്ങോട്ടൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ മാറ്റുമ്പോൾ നമുക്ക് ബാക്ക് പോർഷനാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 ഇഞ്ച് ഇതാ ഡെപ്ത് കൊടുക്കുന്നുള്ളത്, അതായത് ലെങ്ത്. അതിനുശേഷം ഇതാ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇതാ ഈ 1 ഇഞ്ച് ഇതാ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലോസ് നെക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിപ്പം നമ്മളൊരു ക്ലോസ് നെക്കിലാണ് ഇതുപോലെ 36 ഇഞ്ച് ചെസ്റ്റ് സൈസും ഒരു ക്ലോസ് നെക്കും ആണ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഈ ടക്ക് പോയിൻ്റ് ഇതുപോലെ കട്ട് ചെയ്ത് പ്രിൻസസ് കട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പല പോർഷനായിട്ട് ഇങ്ങനെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗം
നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലായിരുന്നു, കുഴിച്ച് വരച്ച് കൊടുത്തതേ ഉള്ളൂ. ആ ഭാഗവും നമ്മൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ ഇപ്പം നമുക്ക് 3 പോർഷനായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്ത് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ മെയിൻ പോർഷനിൽ നമ്മൾ 1/2 ഇഞ്ച് വീതം വിട്ട് കൊടുത്തില്ലേ, അതും ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിലൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി ഫ്രണ്ട് പോർഷനും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഈ പോർഷൻ നമ്മൾ ഈ സൈഡ് അറ്റാച്ച് ചെയ്തില്ല, അത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ്. ഈ സ്ലീവിൻ്റെ ഭാഗത്ത് ഡിസൈൻ ഉണ്ട്, നമ്മൾ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഭാഗമൊക്കെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതായത് ഫ്രണ്ട് പോർഷനിൽ വരുന്നിടത്ത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലോത്ത് തികയാതെ വന്നാൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഈ സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളുടെ ആം ഹോൾ എത്രയാണ് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതിനെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ അളന്നെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ലെവൽ വരുന്ന ആ ഭാഗം ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൂടി ഇട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ആ വിഡ്ത്ത് എത്രയാണോ, നമ്മളുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആം ഹോളിന് കിട്ടി അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മളുടെ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നത് നമ്മളിപ്പോൾ 3.5 ഇഞ്ചാണ്, അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു. ഇവിടെയും 1.5 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം ഈ കോർണറിലേക്ക് ഈ പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ കാണുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുകയാണ്. ഏറ്റവും സിമ്പിൾ മെത്തേഡ് സ്ലീവ് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് സ്ലീവിൻ്റെ വീഡിയോസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ഓപ്പൺ ഭാഗത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ലൈനിങ് ഇതുപോലെ നമ്മൾ കറക്റ്റ് അളവിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിനൂടെ നമുക്ക് ക്ലോത്ത് വേണമെങ്കിൽ നമ്മളൊരു ലൈനിങ് ക്ലോത്തും ഒരു 1.25 മീറ്ററോളം എടുത്തോണേ, അത് നമ്മളുടെ സ്ലീവിൻ്റെ ലെങ്ത് അനുസരിച്ച്. അതിനുശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്ത് വരുന്ന സ്ലീവിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ നമ്മൾ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം ലൈനിങ് ക്ലോത്ത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകളെല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ലൈനിങ് നമ്മൾ ഇതുപോലെ സ്ലീവിന് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കുമ്പോൾ അതിൻ്റെ സെയിം ക്ലോത്ത് തന്നെ ലൈനിങ്ങിനും എടുക്കണേ. ഇനി ഈ പോർഷൻ നമ്മൾ ഇപ്പോഴാണ് ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് മെയിൻ പോർഷനുമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലോത്ത് തികയാതെ വന്നാൽ അവിടെയൊക്കെ നമുക്ക് മെയിൻ ക്ലോത്തിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്താണ്, ഒരല്പം ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മളിങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ അത് അവിടെ ആ ഹുക്ക് വെക്കുന്നെങ്കിൽ അവിടെ കട്ട് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റാക്കി കൊടുക്കുകയാണ്. ഒരല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ കൊടുക്കണേ. നമുക്കിപ്പം ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബാക്ക് പോർഷനിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ 1/2 ഇഞ്ച് വിഡ്ത്ത് ഇട്ട് കൊടുത്തതിൻ്റെ 2 സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ. ആ 1/2 ഇഞ്ചിൻ്റെ വിഡ്ത്തിൻ്റെ സൈഡ് വഴി ആ പാട് കാണുന്ന വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ 2 പോർഷനായിട്ട് ലഭിച്ച് ഇവിടെ ഒന്നും ഓപ്പൺ ആവത്തില്ല, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്ത് 3 ഇഞ്ച് വിഡ്ത്തുള്ള പീസ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തു. ഇനി 1.5 ഇഞ്ച്, അതിപ്പോൾ 1 ഇഞ്ചാണേലും മതിയേ, 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഉള്ള പീസ് എടുത്ത് ഇതുപോലെ വെച്ച് ഹുക്കും ഹോളും വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് ഹുക്കും ഹോളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ മുന്നേ ഒക്കെ നമ്മൾ അതിൻ്റെ
വീഡിയോസ് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ആ പോർഷൻ ഇവിടെ നമ്മൾ കാണിക്കാത്തത്. ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് നമ്മൾ ഹാൻഡ് സ്റ്റിച്ചാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ഭാഗങ്ങൾ കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെ നോക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോവാതെ ഇവിടെ നമ്മളുടെ കറക്റ്റ് ആണോ എന്ന് നോക്കിയാണ് നമ്മൾ ഓരോ ഭാഗങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷോൾഡറും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇപ്പം നമുക്ക് നെക്കിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ലഭിക്കുവേ. ഇനി നമ്മളൊരു ക്രോസ് സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഈ ഭാഗങ്ങൾ ഒരുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ക്രോസ് സ്ട്രിപ്പ് ഇതുപോലെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ അറ്റാച്ച് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നിർബന്ധമായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മളുടെ നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്തെല്ലാം ത്രെഡിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ സ്മോൾ കട്ട് ചെയ്ത് കൊടുത്തു. ഈ കർവെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ക്രോസ് സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നമ്മൾ കൈത്തയ്യിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ഈ നെക്കിൻ്റെ ഭാഗം കൈത്തയ്യൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഹുക്കും വെച്ചിട്ടുണ്ട് നമ്മളെ. അപ്പം ഇതുപോലെ ഇത്രയും ഭാഗം നമുക്കിപ്പോൾ നല്ല നീറ്റായിട്ട് ലഭിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഹുക്കിട്ട് കൊടുക്കുമ്പോഴെല്ലാം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നല്ല ലെവലാണോ എന്ന് നോക്കണേ. അതിനുശേഷം ഈ ബോട്ടം ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ച് വിട്ടുള്ള ഒരു സ്ട്രിപ്പ് വെച്ചാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്ലീവ് ചെയ്ത സ്ലീവിൻ്റെ പോർഷൻ എടുക്കുക, കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ആ ഫ്രണ്ട് പോർഷൻ തമ്മിൽ ആ കുഴിച്ച് നമ്മൾ വെട്ടിയിരിക്കുന്നത് അത് നോക്കണം. എന്നിട്ട് ആ കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗം ഫ്രണ്ട് പോർഷനിൽ വരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ ഫ്രണ്ട് പോർഷനുകൾ തമ്മിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ 2 സ്ലീവ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് സൈഡ് നമ്മുടെ വിഡ്ത്ത് എത്രയാണോ ആ രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ട ആ രീതിയിലാണ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. വളരെ നീറ്റായിട്ട് നമുക്കിപ്പോൾ ക്ലോസ് നെക്കോട് കൂടിയിട്ടുള്ള ഒരു പ്രിൻസസ് കട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇത് ഇങ്ങനെ വളരെ നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ അളവ് ഇതിനോട് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ ഏത് അളവുകാർക്കും ചെയ്യാവേ. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഒരു 2.25-3 ഇഞ്ചോ നമ്മളുടെ നെക്കിന് വിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നല്ല വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ 2.5 കൊടുത്താലും മതി. പിന്നെ എപ്പോഴും ഇത് നന്നായിട്ട് ക്ലോസ് ആയിട്ടാണ് നെക്ക് ഇരിക്കേണ്ടതെങ്കിൽ 3 ഇഞ്ച് അതിന് ഡെപ്ത് കൊടുക്കാവുള്ളേ. ഇതുപോലെ ബാക്ക് പോർഷനൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. 1 ഇഞ്ചേ നമ്മൾ ബാക്ക് പോർഷനിൽ നെക്കിന് കൊടുത്തിട്ടുള്ളൂ. സൈഡൊക്കെ നമുക്ക് വേണ്ട അളവിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നെക്കൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ലഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ. ഇങ്ങനെ വളരെ നീറ്റായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ നമ്മൾ ടക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ട്. അത് ടക്ക് ഇടുകയോ ഇടാതിരിക്കുകയോ നമുക്ക് ചെയ്യാം. ടക്ക് ഇടുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്നിടത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ അളവിൽ നമുക്ക് ഇതിനും ടക്ക് കൊടുത്താൽ മതി. ബാക്ക് പോർഷനിലെ ടക്ക് അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പം ഇതുപോലെ നമുക്ക് സീം അലവൻസും ആവശ്യത്തിന് ഇതുപോലെ 1.5 ഇഞ്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇത്രയും സീം അലവൻസും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്.